എൻ്റെ ലൈഫിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുരികം ത്രെഡ് ചെയ്തിട്ട് 3 കൊല്ലമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇന്നലെയാണ് കേട്ടോ ഞാനൊന്ന് പുരികം ത്രെഡ് ചെയ്തത്. എനിക്കൊന്നും എൻ്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ പുരികം ത്രെഡ് ചെയ്യുന്നത്. ഇതാണോ സന്തോഷത്തിന് വലിയ കാരണം എന്ന് വെച്ചാൽ അതല്ല. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി പുറത്ത് പോയി ഒരു കാര്യം ചെയ്യുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം, എനിക്കൊന്ന് പ്രഗ്നൻസിയും ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ജോലിക്കും അങ്ങനെ മറ്റ് വീട്ടിൽ പച്ചക്കറി വാങ്ങാനും അങ്ങനെയൊക്കെ ഞാൻ പുറത്ത് പോകാറുള്ളത്. എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോലും എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്, ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി കുറേ ദിവസമായിട്ട് പറഞ്ഞുള്ള സമയം കിട്ടില്ല. ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, 2 ബ്ലോക്കുകളായിട്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഡ്യൂട്ടിയിലല്ലാതെ കാണാറില്ല. അപ്പം ഡ്യൂട്ടി നമുക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പല സമയങ്ങളിലാണ്. ഞാനിപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ. അതിന് മുമ്പ് എനിക്ക് ചേച്ചിനെ അറിയാം. എനിക്കൊന്നും നമ്മൾ ലേറ്റായി കാണാനുള്ളത്. എനിക്ക് ശരിക്കും ഒരു പെർഫെക്റ്റ് കമ്പാനിയനാണ് ചേച്ചി. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ മാർക്കറ്റിൽ പോകുന്നൊരു ദിവസം Thursday ആണ് ഇവിടെ, Monday Thursday ആണ് മാർക്കറ്റുള്ളത് നമ്മുടെ തൊട്ടടുത്ത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകും വരുന്നല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ പോരാ, നമുക്ക് പിറകത്തൊന്നും ത്രെഡ് ചെയ്യാൻ തട്ടിയത് നല്ല ഭംഗിയുണ്ടാവും. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ചെറിയ കാര്യമാണ്, ഇതാണോ ഇത്ര വലിയ കാര്യം? പക്ഷേ ഇതൊരു വലിയ കാര്യമായിട്ടല്ല. എനിക്ക് വേണ്ടി ഇപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനാണ്. അപ്പോൾ എനിക്ക് ഒട്ടും സെലക്ഷൻ സെൻസ് ഇല്ല. അപ്പം ചേച്ചി ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ കൂടെ അതിനും വന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ചേച്ചി സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ടി ടൈം ആൾ എടുത്ത് എനിക്ക് വേണ്ടി അതും ടൈം എടുത്ത് അവിടെ വെറുതെ നിൽക്കില്ല, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. എനിക്കറിയാത്തൊരു കാര്യം അത് ഇങ്ങനെ ആയിരിക്കുമെന്ന്, അത് എനിക്ക് വേണ്ടി അതായത് ഞാൻ ഓരോ ഡ്രസ്സ് ട്രയൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഫോട്ടോ എടുക്കുക, അങ്ങനെ എനിക്ക് തോന്നുന്നു. അധികം ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നത്. കുറേ നേരം എന്നെ കാണാതിരുന്നുണ്ടാവും. മോനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കും. മാക്സിമം ഒരു 1/2 to 1 hour ഞാൻ വെക്കാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കഴുകി മാറ്റി വെച്ച് മോനെ കുളിപ്പിച്ച്, മോനാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ എൻ്റെ കയ്യിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അവനെ ഇങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. അവനെ ഡ്രസ്സ് എടുപ്പിക്കാനുള്ള പാടാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രീമൊക്കെ തേപ്പിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. വിട്ട് കഴിഞ്ഞാൽ താഴെ പോയി എന്തെങ്കിലും പിടിക്കും, എന്തെങ്കിലും എടുത്ത് വായിലിടും. അതാണ് ഇപ്പോഴത്തെ മൂപ്പരുടെ പരിപാടി. അപ്പോൾ അത്രേ ഉള്ളൂ.